വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരാജയപ്പെടാത്ത സ്നേഹം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 13-8 സ്നേഹം ഒരിക്കലും പരാജയപ്പെടില്ല. ബൈബിളിനെ സ്നേഹപുസ്തകം എന്ന് വിളിക്കുന്നത് ഉചിതമാണ്. അതിന്റെ ആദ്യ പേജ് മുതൽ അവസാനം വരെ മുഴുവൻ നെയ്തെടുത്ത സന്ദേശം സ്നേഹമാണ്. ഒരു ഭക്തവിശ്വാസി ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ ബൈബിൾ പിഴിഞ്ഞെടുത്ത് അതിന്റെ സാരാംശം വേർതിരിച്ചാൽ സ്നേഹം തുള്ളി തുള്ളിയായി അതിൽ നിന്ന് ഇറ്റിറ്റു വീഴും. ദൈവം മനുഷ്യവർഗത്തിന് നൽകിയ സ്നേഹത്തിന്റെ മഹത്തായ ദാനമാണ് തിരുവെഴുത്തുകൾ. സ്നേഹം ഒരിക്കലും പരാജയപ്പെടില്ല. ഇത് 1 കൊരിന്ത്യർ 13-8 സ്നേഹം ഒരിക്കലും മാറില്ല എന്ന് യോഹന്നാൻ 13-1 സ്നേഹം ദിവ്യമാണെന്ന് യോഹന്നാൻ 15-9 സ്നേഹം അതിന്റെ ജീവൻ നൽകുന്നു എന്ന് യോഹന്നാൻ 15-13 സ്നേഹം നിർബന്ധിക്കുന്നു എന്ന് 2 കൊരിന്ത്യർ 5-14 സ്നേഹം ത്യാഗപരമാണെന്ന് ഗലാത്യർ 2-20 സ്നേഹം ഉന്നതമാണെന്ന് വെളിപ്പാട് പുസ്തകം 1-6 സ്നേഹത്തെ വേർപെടുത്താൻ കഴിയില്ല. അതേ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ആർ വേർപെടുത്തുമെന്ന് റോമർ 8-35 കാണപ്പെടുന്നു. എന്റെ കോളേജ് പഠനകാലത്ത് ക്യാമ്പസ് ബോർഡിൽ ഒരു അറിയിപ്പ് ഞാൻ ഒരിക്കൽ വായിച്ചു. നീ ഈ ലോകത്തിലൂടെ ഒരിക്കൽ മാത്രമേ കടന്നു പോകുന്നുള്ളൂ. അതുകൊണ്ട് ഈ വിലയേറിയ നിമിഷത്തിൽ നിന്റെ ചുറ്റുമുള്ള ആളുകളെ സ്നേഹിക്കുക. ആ വാക്കുകൾ ഞാൻ പലതവണ വായിച്ചു. അവ എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഈ ലോകത്തിലൂടെ ഒരിക്കൽ മാത്രം കടന്നു പോകുമ്പോൾ ദൈവം തന്റെ കാരുണ്യത്താൽ കാൽവരിയുടെ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കാൻ എന്നെ അനുവദിച്ചു. പലർക്കും ഈ പദവിയില്ല. ഈ യഥാർത്ഥ സ്നേഹം അറിയാൻ കഴിയാതെ അവർ ലൗകിക വാത്സല്യത്തിന്റെയും വഞ്ചനപരമായ സ്നേഹത്തിന്റെയും പിന്നാലെ ഓടുന്നു. ഒരു മരീചികയ്ക്ക് പിന്നാലെ ഓടുന്നു. എന്നാൽ നമുക്ക് വേണ്ടി തന്നെ നൽകിയ ക്രിസ്തുവിനാൽ സ്നേഹിക്കപ്പെട്ട നമുക്ക് അവന്റെ സ്നേഹത്തിൽ സംതൃപ്തിയുണ്ട്. അവന്റെ സ്നേഹത്തിന് പാറകളെ പോലും മെഴുകുപോലെ ഉരുക്കാൻ കഴിയും. കഠിന ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്താനും ഏറ്റവും ശാഠ്യക്കാരായ പാപികളെ പോലും വിശുദ്ധന്മാരാക്കാനും അതിന് കഴിയും. അത്തരം സ്നേഹത്തെ ചെറുക്കാൻ ആർക്കാണ് കഴിയുക? അത്തരം സ്നേഹത്തിന് മുൻപിൽ കുമ്പിടാതെ ആർക്കാണ് നിൽക്കാൻ കഴിയുക? ഈ സ്നേഹത്താൽ നിറഞ്ഞപ്പോൾ അത് അവനെ കർത്താവിനെ സേവിക്കാൻ നിർബന്ധിച്ചു എന്ന് 2 കൊരിന്ത്യർ 5-14 കാണപ്പെടുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്താൽ ആകർഷിക്കപ്പെട്ട അദ്ദേഹം ക്രിസ്തുവിനെ അറിയാത്തവരുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് പല ജനതകളിലേക്കും യാത്ര ചെയ്തു. യഹൂദന്മാർക്ക് വലിയൊരു വെല്ലുവിളിയായി അവൻ മാറി. ക്രിസ്തുവിന്റെ സ്നേഹത്തിന് വേണ്ടി തന്നെ പൂർണ്ണമായും ത്യജിക്കാൻ അവൻ തയ്യാറായിരുന്നു. ഒരിക്കൽ യെരുശലേമിൽ ബന്ധനങ്ങൾ കാത്തിരിക്കുന്നുവെന്ന് വിശ്വാസികൾ പൗലോസിന് മുന്നറിയിപ്പ് നൽകിയപ്പോൾ അവൻ ധൈര്യത്തോടെ മറുപടി പറഞ്ഞു, കരഞ്ഞ് എന്റെ ഹൃദയം തകർന്നു എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? കർത്താവായ യേശുവിന്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടാൻ മാത്രമല്ല, യെരുശലേമിൽ മരിക്കാനും ഞാൻ തയ്യാറാണ്. ഇത് അപ്പോസ്തലപ്രവൃത്തികൾ 21-13 കാണപ്പെടുന്നു. പ്രിയ ദൈവമക്കളെ, കാൽവറിയോടുള്ള ഈ സ്നേഹം നിങ്ങളെ നിരന്തരം നിർബന്ധിക്കുകയും ചെയ്യട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം റോമർ 8-39 ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയില്ല. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സംഖ്യാപുസ്തകം 31, 32, 33 വൈകുന്നേരം മർക്കോസ് 9 1 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.